ജ്യൂസ് കുടിച്ചാലോ? ഹലോ, നമ്മൾ ഈ ഫാനിൻ്റെയും നമ്മൾ എ സിൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവൂലേ, അതുപോലത്തെ പൊടിയാണ്. വാട്ടർ മെലണ അറിയാത്ത പോലൊക്കെ പോയിക്കോ. ഞങ്ങൾക്ക് 24-ന് ഞങ്ങളുടെ അവിടുത്തെ എളാമാൻ്റെ ചെറിയ മോൻ്റെ കല്യാണമാണ് കേട്ടോ. എടക്കരയുള്ള എളാമയുടെ, അതായത് അവിടുത്തെ ഉമ്മയുടെ അനിയത്തിൻ്റെ ചെറിയ മോൻ്റെ കല്യാണം. അപ്പോൾ അതിനുള്ളൊരു ഡ്രസ്സ് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട് ഷബിന ഉണ്ടല്ലോ, ബിനാസ് ഡിസൈൻ, ഒരുപാട് ഡ്രസ്സുകൾ അവളുടെ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ. അപ്പം അവളാണ് ഡിസൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. ഞങ്ങൾ ബിനാസിക്ക് പോവാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇത് ഷൈത്ത കുറേ മുന്നേ നിൽക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ എത്ര തവണ ഇട്ടിക്കണമെന്ന് അറിയില്ല. ഇടുന്നൊരു ഡ്രസ്സും കാണാൻ, അല്ലെങ്കിൽ അന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് ഇടുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. കുറേ തവണ ഇട്ട് മുതലായ ഒരു ഗൗണാണിത്. അപ്പോൾ ഞങ്ങൾ ബിനാസിലേക്ക് പോവാം. ബിനാസിലേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പുതിയ ഗേറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രൊപ്പറേറ്റർ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഷബിനും സ്കൂൾ മേറ്റ്സ് ആണ്, പണ്ട് മുതലേ ഉള്ള പരിചയമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് അടിപൊളി ഡ്രസ്സുകൾ അവൾ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കല്യാണത്തിന് ഒരു ഗൗണ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ ഞാൻ ചുരിദാർ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഗൗണ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഡൈ ചെയ്ത മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു കളറാണ്, മറ്റേ ഒരു ബ്ലൂ അല്ല, ഇതിൻ്റെ ഒരു കളറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല കളറാണ് കേട്ടോ. അപ്പം ഇതുപോലെ കയ്യിൽ മാത്രം ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഗൗൺ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിനാസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു കളറല്ലേ ഇത്, കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് അല്ലേ? ചെറിയ ലൈൻ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ട്. ഹിന്ദുസിനാകുമ്പോൾ ബ്ലൗസൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് ചെയ്യാല്ലേ, ഫുള്ള് വർക്കൊക്കെ. സ്ലീവിലും അങ്ങനെ വരുമ്പോൾ നല്ല രസം കണ്ടു. നല്ല രസമുണ്ട്. ഇതിക്ക് എന്താ ശരിക്കും പലാസോ അല്ലേ? ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ചിലര് റേറ്റ് കൂടുതലാന്ന് വരുമല്ലോ നമുക്ക് കാണാം. ഗ്രൂമിന്റെ സ്യൂട്ടിന്റെ സ്റ്റൈലിലാണ് ഇത് സ്റ്റിച്ചിങ്ങും അങ്ങനെയാണ് അല്ലേ? ഇതിക്ക് എന്താ പെയർ ചെയ്യാന് പലാസോ? ഇത് നമ്മളൊരു റെഫറൻസ് ചെയ്ത് വെച്ചതാണ്. ഗൗണിനാണ് കൂടുതൽ ചെയ്ത് വെച്ചത്. ഗൗണിന്റെ പുറത്ത് അല്ലേ? സ്ലീവ്ലെസ് ഗൗണ്. അത് രസം ഉണ്ടാവും കേട്ടോ. വെൽവെറ്റിലല്ലേ, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിനാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നാളെയാണ് മങ്കടയിൽ പോകുന്നത്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേനും ഡ്രസ്സ് ഫിനിഷ് ചെയ്ത് തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിനാസിൽ പോയി വന്നപ്പോഴാണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തായിരുന്നേ, കാണിച്ചു തരാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ കൂടെ അതിൻ്റെ യൂസർ മാനുവലും അതിൻ്റെ കൂടെ ഒരു ക്ലീനിങ് ബ്രഷാണെന്ന് തോന്നുന്നുണ്ട്. യൂസർ മാനുവലും ഉണ്ട്. നല്ല ഒരു മഴ വരാൻ പോകുന്നുണ്ട്, ക്ലൈമറ്റ് ഭയങ്കര ഓഫ് കേട്ടോ. ഇതാണ് നമ്മളുടെ മെയിൻ സാധനം കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇത് നമ്മുടെ ഈ ബെഡ്, അതുപോലെ സോഫ, അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വാക്യൂം ക്ലീനറാണ് കേട്ടോ. എന്താ പറയുക, ഈ പൊടി കാരണേ ഈ അസുഖമൊക്കെ ഭയങ്കര അലർജിക്കാണ്. പെട്ടെന്ന് അവനക്ക് ഈ തുമ്മലും ശ്വാസം മുട്ടൊക്കെ വരും. അപ്പോൾ ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ വീഡിയോ കണ്ടപ്പോഴേ ഞാനത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. കേട്ടോ, നല്ല സെറ്റപ്പ് കാണിച്ചു തരാം. ഇത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, എന്തിനൊക്കെ വേണ്ട ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും കേട്ടോ. ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം, പിന്നെ അതുപോലെ ഇത് വാറണ്ടി ഒക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഈ യൂസർ മാനുവൽ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. നമ്മുടെ വാക്യൂം ക്ലീനർ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ് വന്നിട്ട്. ഇത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫാബ്രിക് സർഫേസസിന്റെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ബെഡ്, സോഫ, മാട്രസ്, പില്ലോ, കുഷ്യൻസ്, ബ്ലാങ്കറ്റ്സ്, ബേബി മാട്രസ്, പെറ്റ് ബെഡ്സ്, അപ്പോൾസ്റ്ററി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫാബ്രിക് സർഫേസസിന്റെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി. ഇതിന് 12 kPa സക്ഷൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ഡസ്റ്റും ഡസ്റ്റ്മൈസും അലർജൻസും അതുപോലെ പെറ്റ് ഹെയർസ് ഒക്കെ വലിച്ചെടുക്കും. ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് കേട്ടോ. ഇതിന്റെ പാർട്സുകളൊക്കെ എന്തിനാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വൈബ്രേഷൻസ്, അൾട്രാസോണിക് വേവ്സ്, UVC
ലൈറ്റ്, 60 ഡിഗ്രി സെൽഷ്യസ് ഹോട്ട് എയർ, അങ്ങനെ എല്ലാ ആധുനിക ടെക്നിക്സും ഇതിലുണ്ട്. ആൻഡ് ഇതിന് 5 മീറ്റർ ലോങ് പവർ കോഡാണ് ഉള്ളത്. അതുകൊണ്ട് റൂമിൽ അല്ലെങ്കിൽ ഹാളിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ട് നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. സോ നമ്മളിത് പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ യൂണിറ്റിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിലായിട്ടാണ് 2 ബട്ടൺ വരുന്നത് കേട്ടോ. ഒന്ന് ഇജക്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഡസ്റ്റ്ബിൻ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. രണ്ടാമതാണ് പവർ ബട്ടൺ. നമുക്ക് 2 ടൈപ്സ് സക്ഷൻ മോഡ്സ് ആണുള്ളത്, 50% ലോ സക്ഷൻ ആൻഡ് 100% ഹൈ സക്ഷൻ. നമ്മൾ ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ 15% സക്ഷൻ പവർ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. പവർ ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ഹൈ സക്ഷൻ മോഡിലേക്ക് പോകും, അതായത് 100% സക്ഷൻ മോഡ്. മാത്രമല്ല നമ്മുടെ ഫാബ്രിക് സർഫേസിലുള്ള ഡർട്ട് ആൻഡ് ഡസ്റ്റ് ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് അതിന്റെ സക്ഷൻ പവർ ഇതുപോലെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും കേട്ടോ. ആൻഡ് ഇതിലുള്ള UV ലൈറ്റ് ആൻഡ് അൾട്രാസോണിക് വേവ്സ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും നമ്മളിത് സർഫേസിൽ വെക്കുമ്പോൾ തന്നെ. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ യൂണിറ്റ് എപ്പോഴും ഫ്ലാറ്റ് ആയിട്ട് വെക്കുമ്പോൾ മാത്രമാണ് ഇതിലുള്ള UV ലൈറ്റ് ആൻഡ് അൾട്രാസോണിക് വേവ്സ് ആക്ടിവേറ്റ് ആവുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇതാണ് ഇജക്ഷൻ ബട്ടൺ. നമ്മുടെ ഡസ്റ്റ്ബിൻ ഇതിൽ നിന്ന് ഇജക്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിലാണ് നമ്മളുടെ ഡസ്റ്റുകളും ഡേർട്സും എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നർ ആണ് കേട്ടോ. ഇതിലെ എല്ലാ പാർട്സും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാം കേട്ടോ. അതുകൊണ്ട് ക്ലീൻ ചെയ്യാനും ഭയങ്കര സുഖമാണ്. ഇതാണ് ഇതിൻ്റെ HEPA ഫിൽറ്റർ. ആൻഡ് നമ്മുടെ യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ റോളർ ബ്രഷ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലൂടെ ഇതുപോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാബ്രിക്കിലുള്ള ത്രെഡുകൾ, അതുപോലെ ഹെയർ, അങ്ങനത്തെ തരത്തിലുള്ള ഡേർട്ടും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്കിതെല്ലാം തിരിച്ച് ഇതുപോലെ തന്നെ അസംബിൾ ചെയ്യാം. ആൻഡ് ഇത് ക്ലീനിങ് ചെയ്യുന്നത് എത്ര ഈസിയാണ് ആൻഡ് എത്രമാത്രം അഴുക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാൻ പോണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് പേപ്പേഴ്സ് നമ്മുടെ കാർപ്പറ്റിൽ ഇട്ടതാണ് കേട്ടോ. ഇതിന് 12 kPa സക്ഷൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈസി ആയിട്ട് വലിച്ചെടുക്കും. ഇത് മാത്രമേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത അഴുക്കുകൾ പോലും വലിച്ചെടുക്കും. നമ്മളുടെ ഒരു ഡെയിലി ഒരു റെഗുലർ ഹൈജീൻ മെയിൻ്റെനൻസിന് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം ഭയങ്കര ഈസി ടു യൂസ് ആണ്. ഇതിൽ അഡ്വാൻസ്ഡ് UV ലൈറ്റ് ആൻഡ് അൾട്രാസോണിക് വൈബ്രേഷൻ ടെക്നോളജി ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ മാട്രസും സോഫയും ബ്ലാങ്കറ്റ്സും ഒക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത പോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് UV ലൈറ്റ് ഹെൽപ്സ് എലിമിനേറ്റ് 99.9% ബാക്ടീരിയ, ജേംസ് ആൻഡ് ഡസ്റ്റ് മൈറ്റ്സ് ഫോർ ഇംപ്രൂവ്ഡ് ഹൈജീൻ. ആൻഡ് ഇതിലെ ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക് വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫാബ്രിക്കിൻ്റെ സർഫസിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ആഴത്തിൽ അടങ്ങിയിട്ടുള്ള ഡേർട്ട്, ഡസ്റ്റ്, അതുപോലെ അലർജൻസിനൊക്കെ പുറത്തെടുക്കാനും സഹായിക്കും. 60 ഡിഗ്രി സെൽഷ്യസ് ഹോട്ട് എയർ ടെക്നോളജി ഹെൽപ്സ് ലൂസൻ സ്റ്റബോൺ ഡസ്റ്റ് മൈറ്റ്സ് ആൻഡ് എൻഹാൻസ് ഡീപ്പ് ക്ലീനിങ് എഫിഷ്യൻസി. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഡെയിലി ഫ്ലോർ ക്ലീനിങ് വാക്യൂം ക്ലീനർ അല്ല, ഇതൊരു മാട്രസ് ലെവൽ ഒരു ഫാബ്രിക് സർഫേസ് വാക്യൂം ക്ലീനർ ആണ്. ആൻഡ് ഇതിലെ സൈക്ലോണിക് ടെക്നോളജി ആൻഡ് HEPA ഫിൽട്രേഷൻ ഒക്കെ നമ്മൾ കാണുക പോലും ചെയ്യാത്ത ഫൈൻ ഡസ്റ്റിന്, അലർജൻസിനൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് കുറയും. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് എഫേർട്ട്ലെസ്ലി ക്ലീൻ ചെയ്യാൻ പറ്റും. അതും ഡെയിലി നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്തതിന് കൂട്ടത്തിൽ തന്നെ ബെഡും സോഫ ഒക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴാണ് അകത്തും പുറത്തും ഒരുപോലെ ക്ലീൻ ആയത്. ഇതിൽ കളിക്കുന്ന ബെഡ് ആയതുകൊണ്ട് കണ്ടോ, ഇതിൽ നിറച്ച് ഇങ്ങനത്തെ പൊടികളും ഒക്കെ എന്തൊക്കെയോ ആണ്. ഷീറ്റ് മാറ്റിയപ്പോഴാണ് അതൊക്കെ കണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന സോഫയിലത്തെയും ബ്ലാങ്കറ്റിലത്തെയും ബെഡിലൊക്കെ ആ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ പിന്നെ അതിൽ കിടക്കും ഇരിക്കും ഒന്നും ചെയ്യില്ല. എന്ന് നോക്കിയാൽ അത്ര മാത്രം ഡസ്റ്റും കാര്യങ്ങളാണ് ഇതിൽ. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുകൂടി കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവും കേട്ടോ. കണ്ടോ, ഇതൊക്കെ കംപ്ലീറ്റ് പൊടിയായിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നോക്ക്, നമ്മൾ ഈ ഫാനിൻ്റെയും നമ്മൾ AC-ൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവൂലേ, അതുപോലത്തെ പൊടിയാണ് ബെഡിൽ മാത്രം ക്ലീൻ ചെയ്തപ്പോൾ കിട്ടി. എല്ലാവരുടെ വീട്ടിലത്തെ ബെഡിലും ഇതേ അവസ്ഥയായിരിക്കും. കാരണം നമ്മൾ ഈ പുറത്ത് തട്ടും കൊട്ടൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ പൊടി എടുക്കണമെങ്കിൽ വാക്യൂം ക്ലീനർ തന്നെ വേണമല്ലോ. നമ്മൾ വാക്യൂം ക്ലീനർ എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ അതിൻ്റെ ഡസ്റ്റ് കണ്ടെയ്നർ ക്ലീൻ ആക്കി വെക്കണം. അതിൻ്റെ ഫിൽറ്ററൊക്കെ എപ്പോഴും ക്ലീൻ ആയിരുന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു പവർഫുൾ സക്ഷൻ പവർ ഉണ്ടല്ലോ, അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഇത് ഞാനേ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ പൊടിയാണ് കേട്ടോ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പില്ലോയിലും ബ്ലാങ്കറ്റിലും ബെഡിലും ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ പൊടികൾ. ഇത് ശരിക്കും അലർജിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചോ, നല്ല ഡീപ്പ് ആൻഡ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ.
ഈ കണ്ടെയ്നർ ഇതുപോലെ നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ പാർട്ടിക്കിൾസ് ഒക്കെ എടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ചും ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ചും കഴുകിയെടുക്കാം കേട്ടോ. ഈ റോളർ ബ്രഷൊക്കെ ഇതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം ഇത് വീണ്ടും അസംബിൾ ചെയ്താൽ മതി. ഇതാണ് അഗാരോയുടെ റോയൽ മാട്രസ് വാക്യൂം ക്ലീനർ ആണ് കേട്ടോ, വിത്ത് UV ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ വാങ്ങിച്ചു നോക്കിയോ കേട്ടോ, അകത്തും പുറത്തും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഇതാ ഞാൻ നെക്സ്റ്റ് ഡേ മങ്കടയിൽ പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കൊറിയർ വന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നേ. ഇതൊരു പ്യുവർ കോട്ടൺ ഒരു A-ലൈൻ ഒരു കുർത്ത സെറ്റാണ് കേട്ടോ, വിത്ത് പലാസോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും, ഈ കളർ കോമ്പിനേഷനൊക്കെ. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ, അതും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മീഡിയം, ലാർജ്, XL എല്ലാ സൈസുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല വലുതാണ് ഷാളൊക്കെ, അതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മങ്കടയ്ക്ക് പോവാണ്. നാളെയാണ് ഞാൻ പറഞ്ഞ കല്യാണം. വെള്ളം വേണമെന്നുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഇങ്ങനെ കൊണ്ടുണ്ടാച്ചിട്ട് അയ്യ കിട്ടിയപ്പല്ലോ. കല്യാണത്തിന് പോയി ഓടിക്കളിക്കാത്ത ആൾക്കാര്. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് നൈറ്റായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. ഇതൊരു ഉപ്പാട സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഡൈയും കൂടി ചെയ്താൽ ഒന്നും കൂടി സോഫ്റ്റ് ആകുമല്ലോ. അപ്പോൾ അയൺ ചെയ്താലും പെട്ടെന്ന് ചുളിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് അയൺ ചെയ്തിട്ട്. ഇന്ന് ബ്രൈഡിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. ചാവക്കാടാണ്. നമ്മൾ കുഞ്ചൂസിൻ്റെ സനുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്ന അതേ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. 4 മരുമക്കളും കുഞ്ചൂസും ഷാജിയും നവാസും ഉപ്പയും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. ഉമ്മച്ചിക്ക് വരാൻ പറ്റില്ല. ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഉമ്മാൻ്റെ കാലിലൊരു ചെറിയ ഫ്രാക്ചർ വന്നുകൊണ്ട് അത് കാലിൽ നീര് വരുന്നുണ്ട്. ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഉമ്മച്ചിക്ക് വരാൻ പറ്റില്ല. അപ്പം നിക്കാഹ് കൂടി ഉള്ളതുകൊണ്ട് ഒരു 12 o'clock അവിടെ എത്തണം. അപ്പം നമ്മളൊരു 10 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചുകൂടി രസമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ സാറളാമ്മ. സാറളാമ്മക്ക് 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. ബാക്കി എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി സെറ്റിലാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ മാത്രം അവരുടെ ഡ്രസ് ഇട്ടാണ് കേട്ടോ. ഞങ്ങൾ കല്യാണ വീട്ടുകാരുടെ എല്ലാവരും വന്നിട്ടുണ്ട്. കല്യാണം തുടങ്ങാൻ നിൽക്കാൻ തുടങ്ങാറില്ല. ജ്യൂസ് കുടിക്കണ്ടേ നമുക്ക്? അതിന് ഓല എൻട്രി കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ അതാണ് നമ്മൾ അരസുണ്ട്. പിന്നെ വെൽവെറ്റ് ഒക്കെ ആയതുകൊണ്ട് അന്നെ വേണമെങ്കിൽ നെക്കി കപ്പ് വരും. അന്ന് നെക്ക് ജ്യൂസ് അടിച്ചാലോ? എന്നിട്ട് പോസിറ്ററല്ലേ, ആരും കാണാതെ പോസിറ്ററല്ലേ. നല്ല കേട്ടോ, എൻ്റെ കല്യാണം അല്ല കേട്ടോ. ഷാളമൊക്കെ ചവിട്ടും ഞങ്ങൾ കല്യാണത്തിന്. കഴിച്ച് ഞങ്ങൾ 7 കാലത്ത് കടുപ്പിച്ചിരുന്നല്ലോ. ഇന്ന് ഞങ്ങൾ നല്ല ശരിയായിട്ടല്ലോ. ഇതാ നിന്റെ ഡ്രസ്സ് നല്ല തന്നെ. വാട്ടർമെലണ.
ഇതൊക്കെ നമ്മുടെ ഇക്കാൻ്റെ മാമൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇക്കാടെ ഉമ്മയുടെ വീട്ടിൽ നിന്നൊരു ട്രിപ്പ് പോയ വീഡിയോ ഒക്കെ മുന്നിട്ടുണ്ടായിരുന്നു. വയനാട് റിസോർട്ടിലൊക്കെ പോയ അവരെല്ലാവരും ഭയങ്കര അടിപൊളി കമ്പനിയാണ് കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ചൂസിൻ്റെ സനുവിൻ്റെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിവിടെ ചാവക്കാടാണല്ലോ, അപ്പോൾ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അവള് ഞങ്ങളുടെ അവിടെ മങ്കട ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ പോകാൻ പറ്റാറില്ല, ലീവൊക്കെ എടുത്തിട്ടാണ് അവിടെ പോയി നിൽക്കാറുള്ളത്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണല്ലോ, അപ്പോൾ അവൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. ഇനി ഇത് അവളുടെ നാത്തൂൻ്റെ കല്യാണം ഇൻഷാല്ലാ ഓഗസ്റ്റിലാണ്. അപ്പത്തിനും സനുവൊക്കെ വരും. അറിയാത്ത പോലൊക്കെ പോയിക്കോ. നാണായോക്ക് നോക്കിട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞോ. രസമില്ലാത്ത ആളെ കണ്ടില്ലേ നിന്റെ ഭൂമി. അന്റെ 3-4 മക്കളൊക്കെ ഇവിടെ, 3-4 മക്കളൊക്കെ ഇവിടെ. ഓർഫൻസിനൊന്നും കാണാനല്ലേ കുട്ടികളൊക്കെ വെച്ചിട്ടാ. അങ്ങനെ അൽഹംദുലില്ലാ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ആകെ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തർ സെപ്പറേറ്റ് പരിചയപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. ഇതാണ് ഇളാമൻ്റെ മൂത്ത മോള് പൂവി നാട്ടെ ഞങ്ങൾ വിളിക്കുക. ഞാൻ കുറേ ആലോചിച്ചു, എനിക്ക് കൂടുതൽ റിയൽ നെയിം ഓർമ്മയില്ല. പിന്നെയുള്ള ആളെ ഷർജുള, അവളെ കുഞ്ഞോളെന്നാണ് വിളിക്കുക. പിന്നെ ഷർമിള, അവളെ പിഞ്ചു എന്നാണ് വിളിക്കുക. പിന്നെ നമ്മളെ കല്യാണ ചെക്കൻ സൽമാനുൽ ഫാരിസ്, ഷാലു എന്നാണ് വിളിക്കുക. അവന് ഡോക്ടറാണ് ആൻഡ് വൈഫും ഡോക്ടറാണ്. അവളുടെ പേര് സജിന എന്നാണ്. ഇതാണ് അവരുടെ ഹോൾ ഫാമിലി. ഒരു കാറ്റൊക്കെ ഗൈസ്, ഞങ്ങൾ വിയർത്ത് കുളിച്ചു എന്തായാലും. അപ്പോൾ ഇത് അങ്ങനെ ഒരുവിധം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടോ. നല്ല വെയിലുണ്ട്, നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. കുറേ നേരം ഞാൻ ഈ സെൽഫി വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ എന്തൊക്കെ വോയിസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ ബി വന്നത്. ഇവിടെ അടുത്താണ് നമ്മുടെ പൊന്നാനി കർമ്മ റോഡ് എന്നൊക്കെ ഞാൻ റീൽസിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ കുഞ്ചൂസ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്കൊരു നൈറ്റ് വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഈ നേരത്തെ അതുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. നല്ല രസമുണ്ട്. നല്ല കുറേ ഫുഡ് സ്പോട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കായലോരത്തൊക്കെ വന്നിരുന്ന് ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു മൂഡ്. അപ്പം ഞങ്ങളുടെ എളാമ ഉണ്ടായിരുന്നു, സർലാമല്ല ബിച്ചലാമ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഹാങ് ഔട്ട് ചെയ്തു. അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം
കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷം. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.